അഞ്ജലി? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ ക്വസ്റ്റ്യൻ മോളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേട്ടാ. ലാറ്റിൻ അമേരിക്കൻ വിമോചന പോരാളികൾ ആരെല്ലാമായിരുന്നു? സൈമൺ ബോളിവർ, ഫ്രാൻസിസ്കോ മിരാഡ, ജോസെ ഡി സാൻ മാർട്ടിൻ. ഓക്കെ, അടുത്തത് വൃന്ദ. മൈക്കോൺ ചെയ്യ വൃന്ദ. ഹലോ ടീച്ചർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹലോ ടീച്ചർ. കേൾക്കുന്നുണ്ടോ? ആ ടീച്ചർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്പെയിനുകാരും പോർച്ചുഗീസുകാരും അവരുടെ ഭാഷ, മതം, ആചാരം എന്നിവ ലാറ്റിൻ അമേരിക്കയിൽ പ്രചരിപ്പിച്ചു. ഓക്കെ, പിന്നെ സ്പാനിഷ് ശൈലിയിലുള്ള വീടുകള്, ആരാധനാലയങ്ങള്, പിന്നെ ദേവാലയങ്ങള്, പിന്നെ വിദ്യാലയങ്ങൾ എന്നിവ സ്ഥാപിച്ചു. പിന്നെ സ്പാനിഷ് കൃഷി രീതി, പിന്നെ അതുപോലെ തന്നെ കാർഷിക വിളകൾ എന്നിവ കോളനികളിൽ നടപ്പാക്കി. ഓക്കെ. യൂറോപ്യന്മാരിൽ നിന്നും എല്ലാ രോഗങ്ങളും കോളനിക്കാരിലേക്ക് പകർന്നു. പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ സമ്പത്തും വിഭവങ്ങളും അവർ കൊള്ളയടിച്ചിട്ട് അവരെ അടിമകളാക്കി ഭരിച്ചു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവം നടന്നത് അല്ലെ? ഓക്കെ ഓക്കെ. അടുത്ത അഷറുദ്ദീൻ. ഹലോ ടീച്ചർ. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച യൂറോപ്യന്മാർ ആരൊക്കെയാ? പറയുമോനെ, കേൾക്കണ്ടേ? സൈമൺ ബോളിവർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേ. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ലാറ്റിൻ അമേരിക്കയിലെ അഷറുദ്ദീൻ പറയുന്നുണ്ടോ? ചോദ്യം കൂടി പറയും ടീച്ചറെ. ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യം. സ്പെയിനുകാരും ഒന്നുകൂടെ ഉണ്ട്. സ്പെയിനുകാരും സ്പെയിനും പോർച്ചുഗീസ്. അത് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അഷറുദ്ദീൻ, സ്പെയിന് പോർച്ചുഗീസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അസ്മ ജുമാന. റഷ്യൻ വിപ്ലവം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിരുന്നില്ല അന്ന്? അസ്മ, ആസ്മ ജുമാന, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അസ്മ ജുമാന. ഓക്കെ, മൈക്ക് ഓഫ് ആക്കുന്ന കേട്ടോ. ഒരു റിപ്ലൈ ഇല്ല, റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവോ? ഒന്ന് മൈക്ക് ഓഫ് ആക്കി മോളെ. അസ്മ ജുമാന. ഓക്കെ.
ലാസ്റ്റ് നമ്മൾ റഷ്യൻ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എഴുതിയൊന്നും എഴുതാം. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എത്രയല്ലേ പറഞ്ഞത്? ഓക്കെ ഓക്കെ. എന്നാൽ അതിന്റെ ബാക്കി വേഗം എഴുതിക്കോളൂ. നിങ്ങൾ കുറച്ച് പിറകിലാണ്, പാഠം നമുക്ക് വേഗം തീർക്കാണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഇതിന്റെ ഇടയിൽ കൂടെ ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഇപ്പൊ വേഗം എഴുതിക്കോളൂ. ലാസ്റ്റ് എഴുതിയ നോട്ട് ഇതായിരിക്കും. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊള്ളുന്നു. ഈ പാർട്ടി പിന്നീട് രണ്ടായി തിരിയുന്നു. എന്നിട്ട് നമ്മൾ രണ്ടാക്കി വരച്ചു, മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും. എന്നിട്ട് അതിന്റെ നേതാക്കന്മാരെ എന്ത് ഇല്ല അല്ലേ? ഓക്കെ, എന്നാ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഈ പാർട്ടി പിന്നീട് ഓക്കെ എഴുതിക്കോളൂ. ഈ പാർട്ടി പിന്നീട് രണ്ടായി പിരിഞ്ഞു. ഈ പാർട്ടി പിന്നീട് രണ്ടായി പിരിഞ്ഞു. എഴുതിയോ? ഓക്കെ. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണ് കേട്ടോ. ഞാൻ ഈ സ്ക്രീനിൽ ഒന്ന് കാണിക്കുക, അതേപോലെ എഴുതാൻ ശ്രമിക്കുക. SDWP എന്ന് എഴുതുക. സെൻട്രൽ ആയിട്ട് അത് എഴുതണം. എന്നിട്ട് അതിന് നമ്മൾ 2 ഡിവിഷൻ ചെയ്യാൻ ഇങ്ങനെ വരയ്ക്കാറില്ല, ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡിവിഷൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു വെക്കോ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് നടുക്ക് എഴുതുക. എന്നിട്ട് അതിന് 2 ഡിവിഷൻ ചെയ്യുന്നതാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരച്ചോ? എന്നിട്ട് ഒന്നാമത്തെ ഇതിന് താഴെ ഇവിടെ മെൻഷെവിക് എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. മെൻഷെവിക്. മെൻഷെവിക് ഒന്നാമത്തേന്റെ താഴെ എഴുതാം മെൻഷെവിക്. എഴുതിയോ? അതിന്റെ ബ്രാക്കറ്റിൽ കേട്ടോ. അപ്പൊ നിങ്ങൾ മെൻഷെവിക് എന്ന് എഴുതി അതിന്റെ ബ്രാക്കറ്റില് ന്യൂനപക്ഷം എന്ന് എഴുതി വെക്കുക. ന്യൂനപക്ഷം. എഴുതിയോ? ഇനി അതിന്റെ താഴെ ആ നേതാവിന്റെ പേരും കൂടെ നമുക്ക് എഴുതണം കേട്ടോ. എഴുതി വെച്ചോളൂ. അതിന്റെ താഴെ ഇപ്പൊ എഴുതുന്നതിന്റെ താഴെ തന്നെ അലക്സാണ്ടർ കെരൻസ്കി, ഒരാളെ പേരാണ്. അലക്സാണ്ടർ കെരൻസ്കി ഒരാള് പേരാണ് കേട്ടോ. റഷ്യയിലെ ഒരു നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ നേതാവ്. നേതാവ് എന്നെഴുതുക. അലക്സാണ്ടർ കെരൻസ്കി എന്നെഴുതുക. ബ്രാക്കറ്റിൽ നേതാവ് എന്നെഴുതിയിരിക്കുക. എഴുതിയോ? എഴുതി ടീച്ചറെ. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് എഴുതി വെക്കാണ്ട്. ഫെബ്രുവരി വിപ്ലവം. അതിന്റെ താഴെ തന്നെ കേട്ടോ. നമ്മളിപ്പോ ഒന്നാമത്തെ പാർട്ട് മാത്രമേ പറയുന്നുള്ളൂ. അതിന് താഴെ എഴുതിക്കോളൂ ഫെബ്രുവരി വിപ്ലവം. മക്കളെ ഒരു കാര്യം, പല ആളുകളും നേരെ നമ്മയ്ക്ക് വരുന്നുണ്ട്. ഞാൻ പറയാം. ഒന്ന് സജ്ജാദ്, മിൻഷ മെഹബൂബ്, മുഹമ്മദ് ഷഫീൻ, ഹീദ ബീവിയൊക്കെ നേരം മിക വരുന്നത്. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞ ക്ലാസ് കയറുന്നത് എന്താ കാരണം പോലെ ഞാനിതില് കയറി 45 പേരുള്ളൂ. ഇപ്പൊ 55 പേരുണ്ട്. ഞാൻ അറ്റൻഡൻസ് ഇട്ട് ഇങ്ങനെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും എണ്ണം കൂടി വീണ്ടും നോക്കിയതാണ്. അപ്പൊ നേരം വൈകുന്ന അവസ്ഥ നിർത്തുക കേട്ടോ.
നേരം വൈകരുത്, നേരത്തെ കേറുക. കാരണം നേരം വൈകണ വേറെ കള്ളത്തരം കൂടിയാണ്. തലേ ദിവസം എടുത്ത പാഠഭാഗങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടുമോ അറിയോ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ട്. അവൻ പഠിച്ചിട്ടുണ്ടാവൂല, അതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നേ. മിൻഷ ഒന്ന് മൈക്കോണായിക്ക. മിൻഷ മെഹബൂബ്, ആ സർ, ഈ എപ്പോഴാ വന്നേ? ഞാന് ആദ്യം അരക്ക് വന്നീനി, അപ്പൊ ആരും ഇല്ലാത്തപ്പോ പിന്നെ ഇപ്പഴാ വന്നേ. അപ്പൊ ആരും ഇല്ലാന്നോ? അപ്പം അതില് നോക്കിയപ്പോ നാപ്പീന ക്ലാസ്. ആ, ഇപ്പൊ ഇന്നെ എപ്പോഴാ വന്നേ? ഇപ്പൊ 49. 50. ഷെഫിനും അങ്ങനെ തന്നെ. ഞാനിപ്പോ എനിക്ക് രണ്ടൊക്കെ വിളിക്കാൻ നിൽക്കണ ഫോൺ ഇങ്ങനെ എന്താണ് നമ്പർ ഇങ്ങനെ തെരഞ്ഞുകൊണ്ട സമയത്താണ് ഞാൻ കാണുന്നത്. അല്ലേ ഇപ്പൊ വിളിയൊന്നും. ഞാൻ മിനിഷന്റെ മാത്രം പറഞ്ഞല്ല, മിനിഷ മാത്രമൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലേ 10 പേരോളം ആളുകൾ വൈകിയ വന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പേടി കൊണ്ടാണ്. എങ്ങനെയൊക്കെ അറിയാം, മിഞ്ഞാന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാത്സ് ഞാൻ നിങ്ങളെ കണ്ടതാണല്ലോ. ഇത് ചോദിച്ചപ്പോ കിട്ടാതൊക്കെയും മാഷങ്ങ് നോക്കിയത് അങ്ങോട്ട് കൂടെ പറഞ്ഞതൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, കൃത്യസമയത്ത് കയറാം. 10 മിനിറ്റ് മുമ്പ് ഒന്നും കയറേണ്ട മിനിഷ, ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ് മുമ്പിൽ കയറിയാൽ മതി കേട്ടോ. ഓക്കെ, മൈക്ക് ഓഫ് ആയിക്കോ. ടീച്ചറെ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഇപ്പൊ ഇതൊരു കാര്യം മനസ്സിലായത്. ഇപ്പൊ സാറ് പറഞ്ഞത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനായിരിക്കും പല ആളുകളും വൈകി കയറുന്നത്. അതൊരു നല്ലൊരു രീതിയല്ല എന്ന് മനസ്സിലാക്കുക. ഇനി മുതൽ ഞാൻ പാഠം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, പകുതിക്കുന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ പകുതി ക്ലാസ് നിർത്തി പോകുന്നുണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. ഇനി പാഠം നമ്മള് ക്ലാസ് തുടങ്ങുന്നത് ഞാൻ 9:37 കയറിയിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ. നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് നമ്മളും. സാർ ഇത് 9:15 അല്ലെങ്കിൽ 9:30 സാർ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നമ്മൾ ഇതിൽ ഇങ്ങനെ എത്ര കുട്ടികൾ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം റെഡി ആയിട്ട് 10-50 പേരും ആദ്യം തന്നെ 9:40 ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ 9:40 ക്ലാസ് എടുക്കും. നിങ്ങൾ ഇല്ലാത്തത് കാരണമാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതും പിന്നെ കുറച്ചേരം മിണ്ടാതെ നിന്നിട്ട് പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ കൃത്യസമയത്ത് പരമാവധി കയറാൻ ശ്രമിക്കുക. പിന്നെ പല കാരണങ്ങൾ, ചിലർക്ക് റേഞ്ച് പ്രശ്നമോ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും. അതൊക്കെ നമുക്ക് സമ്മതിച്ചെടുക്കാം. പക്ഷെ പരമാവധി കൃത്യസമയത്ത് കയറാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മടിയന്മാരായിട്ട് കയറാൻ നിൽക്കണ്ട. പകുതിക്കെന്ന് ഇനി മുതൽ അങ്ങനെയാണ്, അതും കൂടെ ശ്രദ്ധിച്ചോളൂ. പകുതി ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി പകുതി നിർത്തി പോകുന്നുണ്ടോന്ന് അവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിചാരിച്ച് ഞാൻ നിങ്ങളെ പിടിച്ച് തിന്നുന്നൊന്നുമില്ല. അത് ചോദിച്ചെങ്കിൽ അറിയുന്ന ആൻസർ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കാണിച്ചാൽ മതി. അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറയുക. പിന്നെ ഈ അറിയില്ല എന്ന് പറയുമ്പോ ചിലപ്പോ ഇമ്പോസിഷൻ തരാറുണ്ട്. അതിന് കാരണം എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ നോട്ട് ഒരു തൻവീർ ടി 152 നമ്പർ ഓണോട് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഒപ്പം കയറുന്നുള്ളൂ. ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. 152 നമ്പർ തൻവീർ ടി. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച പാഠം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അല്ലെ നിങ്ങൾക്ക് കുറെ ഇമ്പോസിഷൻ തരാനോ നിങ്ങളുടെ കൈ കടക്കി ഇങ്ങനെ എഴുതിക്കാനോ ഒന്നുമല്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അതിന്റെ രീതിയിൽ എടുത്ത ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ അത് വിചാരിച്ച് ഇനി ആരും ഫസ്റ്റ് കയറാതിരിക്കാൻ നിൽക്കണ്ട. ഞാൻ പകുതി അല്ലെങ്കിൽ ക്ലാസ് അവസാനിക്കും 1 മണിക്കൂറോളം അല്ലെങ്കിൽ 1.25 മണിക്കൂറോളം ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ട്. അതിനിടയ്ക്ക് ഫുള്ള് എനിക്ക് തന്നെയാണ് ആ സമയം. അപ്പൊ എവിടുന്ന് ഞാൻ ചോദ്യം ചോദിക്കും. ഇനി ആ ഒരു എക്സ്ക്യൂസും പറഞ്ഞ ആരും ക്ലാസ് കയറാതിരിക്കണ്ട. ഓക്കെ, താൻവീർ മൈക്ക് ഓൺ ചെയ്തേ. ലാസ്റ്റ് ക്ലാസ്സിൽ റഷ്യൻ വിപ്ലവം എടുത്തപ്പോ ഉണ്ടായിരുന്നോ? ഇതേപോലെ വൈകി കയറിയപ്പോ ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? റഷ്യൻ വിപ്ലവം അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്. വിപ്ലവം ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, എന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റഷ്യയിലെ ഒരു വിപ്ലവം നടത്താനുണ്ടായിരുന്ന സാഹചര്യം ഒന്ന് വ്യക്തമാക്കിയേ. അതായത് റഷ്യയിലെ ആ സാമൂഹിക പശ്ചാത്തലം എങ്ങനെയൊക്കെയായിരുന്നു, ആളുകളുടെ ജീവിതം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പറഞ്ഞേ. തൻവീർ ഇപ്പൊ പേജ് മറിച്ച് നോട്ടൊക്കെ എഴുതാറുണ്ടോ? നോട്ട് ചെയ്താറുണ്ട്.
എന്നിട്ട് എന്തേ ഓരോ ദിവസത്തെ ഡേറ്റ് ഇട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ആ ദിവസം ലാസ്റ്റ് ഹിസ്റ്ററി ഇപ്പോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാണ്, ആ ഡേറ്റ് സഹിതം എഴുതി വെക്കുകയാണെങ്കിൽ വേഗം മറച്ചത് കാണും എന്തായിരുന്നു ഞാൻ എടുത്തതെന്ന്. കൃത്യം ഞാൻ നോട്ട് തരാറുണ്ട്. ആൻസർ പറയേ. തൻവീർ ആൻസർ പറയേ. റഷ്യയിലെ ജനജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. അതാ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടെന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഒരുപാട് തവണ വിശദാക്കി തന്നതാണത്. റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ ഏകാധിപത്യത്തിന് കീഴിലാണ് കർഷകരും അപ്പൊ ആദ്യം പോയിന്റ് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. കണ്ടോ, അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞേ. റഷ്യയിലെ കർഷക മേഖല കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചിരുന്നു. ഓക്കെ, പിന്നെ അവരെ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നിരുന്നു. ഓക്കെ ഓക്കെ, പിന്നെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യവസായ ഉൽപാദനം തുച്ഛമായിരുന്നു. ഓക്കെ, നിലവിലുണ്ടായിരുന്ന വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഓക്കെ. അപ്പോ എനിക്കിത് പറഞ്ഞു കേട്ടിട്ട് തൻവീറിന് ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്, അത്യാവശ്യം ആൻസർ ഒക്കെ പറയാൻ നല്ല റെഡി ആയിട്ടുള്ള ഒരു മോനാണെന്ന് മനസ്സിലായി. പിന്നെ എന്താ ഈ ക്ലാസ് എന്താ വൈകി കയറാൻ കാരണം എന്താ? ആണോ? അതൊരു റീസൺ അല്ല മോനോ? നമ്മളിപ്പോ റേഞ്ച് പ്രശ്നോ അല്ലെങ്കിൽ അങ്ങനെ കറണ്ട് ഇല്ലാത്ത അതൊക്കെ പറയുകയാണെങ്കിൽ അതൊരു തക്കതായ റീസൺ ആന്ന് പറയും. വൈകി നീ എണീറ്റു എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു മോശമാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ. നേരത്തൊക്കെ എണീക്കുക, പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് ലാസ്റ്റ് എഴുതിയ നോട്ട് വായിക്കണം. ആരെയും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന അവിടെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക, ഫോണും കൊണ്ട് റെഡി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റ് ടീച്ചർ ഇപ്പൊ എന്താ തന്നാന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മുമ്പൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറിയാൽ മതി. ഞങ്ങൾ ഈ കയറിയിട്ട് നിങ്ങൾക്ക് പല കുട്ടികളും തോന്നുന്നുണ്ട് ഹലോ എന്നൊക്കെ വന്ന് വിളിച്ചു പോവാറുണ്ട്, ക്ലാസ് എടുക്കാത്തത് എന്താന്ന്. കൃത്യസമയം ഞാൻ 37 കയറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ കുട്ടികളെ എത്താത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 2-3 മിനിറ്റ് മിണ്ടാതെ നിന്ന് പിന്നെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യസമയത്ത് ഈ 50 പേര് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അത് തുടങ്ങുമ്പോ തന്നെ വേഗം പറഞ്ഞ് ക്ലാസ് എടുക്കാം. അപ്പൊ പരമാവധി എല്ലാവർക്കും വേണ്ടി, ഇനിയിപ്പോ ഇവനെ മാത്രല്ല എല്ലാവർക്കും വേണ്ടി പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനെനിക്ക് ആരും ഇങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. ഇനി അത് ചോദിക്കും വിചാരിച്ച ആരും ഫസ്റ്റ് കയറാതിരിക്കേണ്ട. പകുതി വെച്ചോ അല്ലെങ്കിൽ ലാസ്റ്റ് 1 മണിക്കൂറോളം എനിക്ക് സമയമുണ്ട്, അതിനുള്ളിലൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ഇടവിട്ട് ചോദിക്കും. അപ്പോ പഠിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്, അത് ഞങ്ങൾക്ക് മനസ്സിലാകണം. ഹിസ്റ്ററി ആണ്, അത് നിങ്ങൾ പഠിക്കും, ഞങ്ങൾക്ക് മാർക്ക് വേണം എന്ന രീതിക്ക് മാത്രം ഈ ഒരു ക്ലാസ് ഓൺ ചെയ്തിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഓക്കെ, ഇനി ബാക്കിയുള്ള കുട്ടികൾ വേഗം എഴുതിക്കോളൂ. അപ്പൊ ഒന്നാമത്തെ നമ്മൾ എഴുതിയതായിരുന്നു SDWP എന്ന് എഴുതി. എന്നിട്ട് അതിന്റെ ഒന്നാമത്തെ ഡിവിഷൻ മെൻഷെവിക് എന്ന് എഴുതി, ബ്രാക്കറ്റിൽ ന്യൂനപക്ഷം, താഴെ അലക്സാണ്ടർ കെരൻസ്കി, ബ്രാക്കറ്റിൽ നേതാവ് എന്ന് എഴുതി. അതിന് താഴെ ഒരു പോയിന്റും കൂടാണ് ഫെബ്രുവരി വിപ്ലവം എന്നും കൂടി എഴുതി വെക്കുക കേട്ടോ. ഫെബ്രുവരി വിപ്ലവം ഞാൻ ക്ലാസ് എടുത്തന്നേ പറഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ വർഷം 1917 പക്ഷെ 2 സമയങ്ങളാണ് വിപ്ലവം നടക്കുന്നത്. ഒന്ന് ഫെബ്രുവരി മാസത്തിലും മറ്റൊന്ന് ഒക്ടോബറിലും ആണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിവിഷന്റെ താഴെ എഴുതി വെച്ചോളൂ. രണ്ടാമത്തത് ബോൾഷെവിക്. ഒന്ന് മെൻഷെവിക് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അടുത്തത് ബോൾഷെവിക് എന്ന് എഴുതുക. ബോൾഷെവിക്. ബോൾഷെവിക് എന്ന് എഴുതുക. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ ഭൂരിപക്ഷം. ബോൾഷെവിക് എന്ന് എഴുതുക, അതിന്റെ ബ്രാക്കറ്റിൽ ഭൂരിപക്ഷം എന്ന് എഴുതിക്കുക കേട്ടോ. മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം, കൂടുതൽ ആളുകൾ എന്നർത്ഥം. എഴുതിയോ? ഓക്കെ. ഇനി നമുക്ക് അതിന് എഴുതേണ്ടത് 2 നേതാക്കന്മാരുണ്ട് കേട്ടോ. എഴുതി വെച്ചോളൂ. ലെനിൻ കോമ ട്രോട്സ്കി. ഒരാളെ പേരാട്ടോ, ട്രോട്സ്കി. റഷ്യയിലൊക്കെ നേതാക്കന്മാരാണ്, അപ്പൊ അങ്ങനത്തെ പേരുകളൊക്കെ തന്നെ ആയിരിക്കും. ട്രോട്സ്കി എന്ന് എഴുതുക. ഒന്ന് ലെനിന്, അടുത്ത ആളെ പേരാണ് ട്രോട്സ്കി.
എന്നിട്ട് ബ്രാക്കറ്റില് നേതാക്കന്മാർ എന്ന് എഴുതി വെച്ചോളൂ. ഇവര് രണ്ടുപേരായിരുന്നു ഇത് ലീഡ് ചെയ്തിരുന്നത്. ടീച്ചർ ഒന്നും കൂടെ പറയോ? ഓക്കെ, ബോൾഷെവിക് എന്ന് എഴുതിയോ? ബോൾഷെവിക് എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റില് ഭൂരിപക്ഷം എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ ലെനിൻ, ട്രോട്സ്കി. സ്ക്രീനിൽ നോക്കിയാൽ മതി, പേര് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി കേട്ടോ. ലെനിൻ, ട്രോട്സ്കി. എന്നിട്ട് ബ്രാക്കറ്റില് നേതാക്കന്മാർ എന്ന് എഴുതിയിരിക്കുക. ഇത്ര എഴുതിയോ? ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ താഴെ കൊണ്ടുവന്ന് എഴുതിക്കോളൂ. ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ, നമ്മൾ നേരത്തെ ഇപ്പുറത്ത് ഫെബ്രുവരി എഴുതിയില്ലേ, ഇനി ഈ ബോൾഷെവിക്കുകളുടെ താഴെ ഒക്ടോബർ വിപ്ലവം. എഴുതിയോ? എഴുതി ടീച്ചറെ. പിന്നെ ഈ നമ്മളിപ്പോ മൊത്തം അവിടെ നിൽക്കൂട്ടോ, ഒന്ന് നോക്കട്ടെ. നിങ്ങള് 53 കുട്ടികൾ ഉണ്ടായിരിക്കുന്നു. മൊത്തം 55. ഇപ്പൊ ഞാൻ സാറൊക്കെ ഒഴിച്ചാല് മൊത്തം 53 കുട്ടികളുണ്ട്. ഈ 53 കുട്ടികൾക്കും ഇവിടെ ടെക്സ്റ്റ് നിങ്ങളുടെ, അതായത് മുമ്പ് കുടുംബത്തിൽ പഠിച്ച അല്ലെങ്കിൽ അയൽക്കാരൊക്കെ ആയ ആളുകളിൽ നിന്നൊക്കെ വാങ്ങിയ ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടോ? മറുപടി തരൂ കേട്ടോ. ടെക്സ്റ്റ് ആയോ എല്ലാവരുടെ കയ്യിലും? എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. ആർക്കും ഇല്ലാത്ത? ആരാണ്? ടീച്ചർ കേൾക്കണില്ല. നിങ്ങള് ടെക്സ്റ്റ് എന്ത് ചെയ്യണം? ഓൾറെഡി ആദ്യം വായിച്ചു വെക്കണം. ടീച്ചർ ഇന്നിപ്പോ ഈ ക്ലാസ് ആവും എടുക്കുക, അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ ഇതൊന്ന് വായിക്കട്ടെ എന്ന രീതിയിൽ വായിച്ചു വെക്കുക കേട്ടോ. കാരണം പുതിയ പുതിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി ഓൾറെഡി അത് വായിച്ചു വെക്കുക. ടെക്സ്റ്റ് തുടങ്ങുക, റഷ്യൻ വിപ്ലവം ആണല്ലോ നാളെ ടീച്ചർ അത് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ ഇത് മൊത്തം ഒന്ന് വായിച്ചു വെക്കട്ടെ എന്നാ വേഗം ടീച്ചർ പറയുമ്പോ നോട്ടൊക്കെ എഴുതുക. ആ വാക്ക് ഇനി പെട്ടെന്ന് കേട്ടു എന്ന ബുദ്ധിമുട്ട് വരില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ കുട്ടികളും, ഒരാൾ മാത്രം ടെക്സ്റ്റ് ഇല്ല പറഞ്ഞുള്ളൂ, അവനോട് ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് നോക്കിയാൽ മതി. ബാക്കി എല്ലാ കുട്ടികളും എന്താണോ പാഠം എടുക്കുന്ന ആ പാഠം വായിച്ച് അവിടെ റെഡി ആയിട്ട് ഇരിക്കണം. പിന്നെ പെട്ടെന്ന് ഞാൻ ഇന്നത് ഒരു സോവിയറ്റ് അല്ലെങ്കിൽ ഡ്യൂമ എന്നൊക്കെ പറയുമ്പോൾ എന്ത് എന്ന രീതിക്ക് ഇരിക്കരുത്, അറിയണം നിങ്ങളത്. ഓക്കെ, എന്നാ ബാക്കി വേഗം എഴുതിക്കോളൂ. അടുത്ത പോയിന്റ് ഇത് എഴുതിച്ചു കഴിഞ്ഞിട്ട് വേഗം പറയാം കേട്ടോ, വേഗം എഴുതാ. 1905 വേഗം എഴുതാ. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു.
1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. നെക്സ്റ്റ് പോയിന്റ് ഒന്ന് സ്പീഡപ്പ് ആക്കാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് പിറകിലാണ്, അതുകൊണ്ടാണ് സ്പീഡപ്പ് ആക്കാണ്. വേഗം എഴുതാനോട്ട്. അടുത്ത പോയിന്റ്, രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട്. ടീച്ചർ ഒന്നുകൂടി പറയാം ഫസ്റ്റത്തെ. ഫസ്റ്റ് പോയിന്റ് ആണോ? 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. സെക്കൻഡ് പോയിന്റ്, അതായത് അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത്, പെട്രോഗ്രാഡ് റഷ്യയിലെ ഒരു സിറ്റിയുടെ പേരാണ് കേട്ടോ. പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത്, പോയിന്റ് ഒന്നുകൂടെ പറയാം, രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 1905 ജനുവരി 9 വർഷം, മാസം, ദിവസം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേര് അതൊക്കെ കാണുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോണ്ടു. അത് ഞാൻ പറയാൻ തന്നെ നിൽക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ തന്നെ അണ്ടർലൈൻ ചെയ്തോണ്ടു. 1905 ജനുവരി 9 പ്രകടനം നടത്തി. തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. എഴുതിയോ? എഴുതി ടീച്ചറെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച, സ്ക്രീനിൽ നോക്കി എഴുതാട്ടോ, രക്തരൂഷിതമായ ഞായറാഴ്ച, ബ്രാക്കറ്റില് ബ്ലഡി സൺഡേ എന്ന് എഴുതുക. ബ്ലഡ് നമ്മൾ രക്തം എന്ന മീനിങ് തന്നെ കേട്ടോ. ചോര ചിന്തിയ അല്ലെങ്കിൽ ആളുകളുടെ രക്തം ഒഴുകിയ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. രക്തരൂഷിതമായ ഞായറാഴ്ച, ബ്രാക്കറ്റില് ബ്ലഡി സൺഡേ എന്ന് എഴുതി വെക്കുക, എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്, തുടർന്ന് സമരം ചെയ്യാനായി തൊഴിലാളി സംഘങ്ങൾ
രൂപം കൊണ്ടു. തൊഴിലാളി സംഘങ്ങൾ രൂപം കൊണ്ടു. അവയാണ് സോവിയറ്റുകൾ. അവയാണ് സോവിയറ്റുകൾ. തുടർന്ന് സമരം ചെയ്യാനായി തൊഴിലാളി സംഘങ്ങൾ രൂപം കൊണ്ടു. അവയാണ് സോവിയറ്റുകൾ. അണ്ടർലൈൻ ചെയ്യുക, സോവിയറ്റ് ഒക്കെ എഴുതിയിട്ട്. അവയാണ് സോവിയറ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. സോവിയറ്റുകളുടെ സമരഫലമായി ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ. ഫസ്റ്റ് പറയോ? ഏത് പോയിന്റ് ആണ് പറയാ? സോവിയറ്റുകൾ മുതൽ. സോവിയറ്റുകൾ എന്ന് എഴുതിയിട്ട് അവിടെ നിർത്തി. അടുത്ത പോയിന്റ് കേട്ടോ. സോവിയറ്റുകളുടെ സമരഫലമായി ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. ഇത്ര എഴുതിയോ? ഏത് ടീച്ചറെ? ഓക്കെ, എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഇവിടെ നോട്ടൊന്ന് നിർത്തുകയാണ്. ശ്രദ്ധിക്കുക, നമ്മള് പറഞ്ഞതൊന്നും കൂടെ റിവൈസ് ചെയ്ത് പോരുകയാണ്. റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917 ആ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച കാരണം റഷ്യയിൽ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണമാണ്. അതിന് കീഴിൽ സാധാരണ ജനങ്ങളായ കർഷകർ അതുപോലെ തൊഴിലാളികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമാണ്. കർഷകരുടെ ബുദ്ധിമുട്ടിന് കാരണം കാർഷിക രംഗത്തുള്ള ഉൽപാദനം കുറഞ്ഞിരുന്നു, അവരുടെ വരുമാനം കുറഞ്ഞിരുന്നു, കൂടാതെ അവർ നികുതിയും നൽകേണ്ടതായി വന്നിരുന്നു. തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫാക്ടറികളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നു. ആ ഫാക്ടറികളിൽ നിന്നുള്ള ഉൽപാദനം വളരെ കുറവാണ്. എന്നാൽ പല വ്യവസായശാലകളും നിയന്ത്രിച്ചിരുന്നത് വിദേശികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടർക്കും വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അക്കാലത്ത് ഈ രണ്ട് വിഭാഗങ്ങളുടെ ഈ ദുരിത ജീവിതത്തെ കുറിച്ച് എഴുതിയ ചില എഴുത്തുകാരും ഉണ്ടായിരുന്നു. അവരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയവർ. ഇനി തൊഴിലാളികളെ ആവേശം കൊള്ളിച്ച ഒരു ആശയമായിരുന്നു മാർക്സിസ്റ്റ് ആശയം. ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമായിരുന്നു. ഇനി ഈ ഒരു ആശയത്തിന്റെ ഫലമായിട്ട് എന്താണ് മാർക്സിസം എന്ന് ചോദിച്ചാൽ, മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം കൊണ്ടുവരിക. ഇങ്ങനെ ഒരു ആശയത്തിലൂടെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി പാർട്ടി അല്ലെങ്കിൽ ഒരു തൊഴിലാളി സംഘടന അക്കാലത്ത് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചുരുക്കി SDWP എന്ന് പറയുന്നു. അത് പരീക്ഷയ്ക്ക് SDWP എന്നല്ല എഴുതേണ്ടത്, കംപ്ലീറ്റ് എഴുതുക കേട്ടോ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. ആ പാർട്ടി പിന്നീട് രണ്ടായിട്ട് പിരിയാണ്. ഓക്കെ, ഒരു പാർട്ടി അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രണ്ടായിട്ട് പിരിയുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് മെൻഷെവിക്ക്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് മെൻഷെവിക്ക്. അടുത്ത ഗ്രൂപ്പിന്റെ പേരാണ് ബോൾഷെവിക്ക്. ഓക്കെ, എന്താണ് മെൻഷെവിക് എന്ന് പറഞ്ഞാല് അതിനർത്ഥം ന്യൂനപക്ഷം, അതായത് കുറച്ച് ആളുകൾ എന്നാണ്. ഓക്കെ, മെൻഷെവിക് എന്ന് പറഞ്ഞാല് ന്യൂനപക്ഷം അല്ലെങ്കിൽ കുറച്ച് ആളുകൾ എന്നാണ്. നേരെ മറിച്ച് ബോൾഷെവിക് എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം ഭൂരിപക്ഷം, കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗമായിരുന്നു ബോൾഷെവിക്. അപ്പൊ ഒന്നുകൂടെ പറയാം, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നത് ഒരു തൊഴിലാളി സംഘടനയാണ്. ആ പാർട്ടി പിന്നീട് രണ്ടായിട്ട് തിരിയുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് മെൻഷെവിക്, അടുത്ത വിഭാഗത്തിന്റെ പേര് ബോൾഷെവിക്. മെൻഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം
ന്യൂനപക്ഷം എന്നും ബോൾഷെവിക് എന്ന പദത്തിന്റെ അർത്ഥം ഭൂരിപക്ഷം എന്നുമാണ്. ഇനി മെൻഷെവിക് എന്ന ഈ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ പാർട്ടിയെ നയിച്ച നേതാവിന്റെ പേരാണ് അലക്സാണ്ടർ കെരൻസ്കി. പേര് പറഞ്ഞും എഴുതിയും പഠിക്കണം കേട്ടോ. അലക്സാണ്ടർ കെരൻസ്കി. ഓക്കെ, ആരാ നേതാവ്? അലക്സാണ്ടർ കെരൻസ്കി. ഏത് വിഭാഗത്തിന്റെ? മെൻഷെവിക്കിന്റെ. ഓക്കെ, ഇനി മെൻഷെവിക് എന്ന ഗ്രൂപ്പുകാര് അല്ലെങ്കിൽ ആ വിഭാഗക്കാർ റഷ്യയിൽ നടത്തിയ വിപ്ലവത്തിന്റെ പേരാണ് ഫെബ്രുവരി വിപ്ലവം. ഓക്കെ, അപ്പൊ മെൻഷെവിക് ഒരു ഗ്രൂപ്പാണ്, അതിന്റെ അർത്ഥം ന്യൂനപക്ഷമാണ്, അതിന്റെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കി ആണ്. അവര് നടത്തിയ വിപ്ലവത്തിന്റെ പേരെന്താണ്? ഫെബ്രുവരി വിപ്ലവം. ഓക്കെ, അതേപോലെ വേറൊരു ഗ്രൂപ്പും കൂടെ ഉണ്ടല്ലോ, അവിടെ വേറൊരു പാർട്ടിയും കൂടെ ഉണ്ടല്ലോ. എന്താ അതിന്റെ പേര്? ബോൾഷെവിക്. എന്താ അതിന്റെ അർത്ഥം? ഭൂരിപക്ഷം എന്നാണ്. ആ ബോൾഷെവിക്കുകളെ നയിച്ചത് രണ്ട് പ്രധാന നേതാക്കന്മാരാണ്. അവരുടെ പേരുകളാണ്, ഒന്ന് ലെനിൻ, വ്ളാഡിമിർ ലെനിൻ എന്നൊക്കെയാണ് കംപ്ലീറ്റ് പേര്. നിങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ ലെനിൻ എന്തെങ്കിലും കാണാതെ പഠിക്കുക കേട്ടോ. ലെനിൻ എന്നാണ് നേതാവിന്റെ പേര്. കൂടാതെ ട്രോട്സ്കി എന്നൊരു നേതാവും കൂടെ ഉണ്ട്. അപ്പൊ ലെനിനും ട്രോട്സ്കിയുമാണ് ഏത് ഗ്രൂപ്പിന്റെ നേതാവ്? ബോൾഷെവിക്കുകളുടെ നേതാവ്. ഇനി ബോൾഷെവിക്കുകൾ നടത്തിയ വിപ്ലവത്തിന്റെ പേരാണ് ഒക്ടോബർ വിപ്ലവം. എന്താണ്? ബോൾഷെവിക്കുകൾ നടത്തിയ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം. ഓക്കെ, വേഗം പഠിക്കുക. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 2 ഗ്രൂപ്പ് ആവുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ആരൊക്കെ നേതാക്കന്മാര്? വേഗം പഠിച്ചത് ഇപ്പൊ ചോദിക്കും ഞാൻ കേട്ടോ. ഓക്കെ, വൃന്ദ വേഗം പറയുമോളെ, നമുക്ക് സമയമില്ല, വേഗം പറയട്ടോ. ഹലോ ടീച്ചർ. പരമാവധി നോക്കാതെ പറയാൻ ശ്രമിക്കുക. പറ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ രണ്ടായി വിഭജിച്ചു. ഒന്ന് മെൻഷെവിക്കുകള്, മറ്റൊന്ന് ബോൾഷെവിക്കുകള്. മെൻഷെവിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂനപക്ഷം, ബോൾഷെവിക് എന്നതുകൊണ്ട് ഭൂരിപക്ഷമാണ് അർത്ഥമാക്കുന്നത്. അതില് മെൻഷെവിക്കില് അവിടുത്തെ നേതാവായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി. പിന്നെ അവര് നടത്തിയ വിപ്ലവമായിരുന്നു ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു. പിന്നെ ബോൾഷെവിക്കുകളില് ലെനിന്, ട്രോട്സ്കി എന്നിവരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. പിന്നെ അവർ നടത്തിയ വിപ്ലവമായിരുന്നു ഒക്ടോബർ വിപ്ലവം. വെരി ഗുഡ്. അടുത്ത ബിൽന, വേഗം പറയേ ബിൽന. പറയേ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. എന്താ? മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും. മെൻഷെവിക്കുകളില് ന്യൂനപക്ഷമായിരുന്നു, ബോൾഷെവിക്കില് ഭൂരിപക്ഷമായിരുന്നു. മെൻഷെവിക്കില് എന്താ അതിലെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. അവര് നടത്തിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. ബോൾഷെവിക്കില് എന്താ അവിടുത്തെ നേതാക്കന്മാരായിരുന്നു ലെനിനും ട്രോട്സ്കിയും. അവര് നടത്തിയ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നിഷാൻ പറഞ്ഞേ. നിഷാൻ. ഹലോ ടീച്ചർ. പറയേ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് രണ്ടായി പിരിഞ്ഞു. വർക്കേഴ്സ് പാർട്ടി കേട്ടോ. ഓക്കെ, രണ്ടായി പിരിഞ്ഞു. ഒന്ന് മെൻഷെവിക് പാർട്ടി, രണ്ട് ബോൾഷെവിക് പാർട്ടി. ഓക്കെ, മെൻഷെവിക് പാർട്ടി ന്യൂനപക്ഷമായിരുന്നു, ബോൾഷെവിക് പാർട്ടി ഭൂരിപക്ഷമായിരുന്നു. ഓക്കെ. മെൻഷെവിക് പാർട്ടിയില് അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു നേതാവ്. ബോൾഷെവിക് പാർട്ടിയില് ലെനിനും ട്രോട്സ്കിയും ആയിരുന്നു. ട്രോട്സ്കിയും ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ബിൽവാദ്, വേഗം പറയേ. ബിൽവാദ്. ഹലോ ടീച്ചർ. പറയേ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞു. അതില് മെൻഷെവിക് ന്യൂനപക്ഷം, ബോൾഷെവിക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മെൻഷെവിക്കില് അലക്സാണ്ടർ കെരൻസ്കി നേതാവായിരുന്നു. ബോൾഷെവിക്കില് ലെനിനും ട്രോട്സ്കി നേതാവായിരുന്നു. മെൻഷെവിക്കില് ഫെബ്രുവരി വിപ്ലവവും ബോൾഷെവിക്കില് ഒക്ടോബർ വിപ്ലവവും നടന്നു. അജിഷ പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. അജിഷ. അജിഷ എം.
ഹലോ ടീച്ചർ. പറയും. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിനെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് മെൻഷെവിക്ക്, ഒന്ന് ബോൾഷെവിക്ക്. മെൻഷെവിക്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ന്യൂനപക്ഷം, ബോൾഷെവിക്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂരിപക്ഷം. മെൻഷെവിക്കിലെ നേതാവായിരുന്നു അലക്സാണ്ടർ കെരൻസി. ബോൾഷെവിക്കിലെ നേതാക്കന്മാരായിരുന്നു ലെനിനും ട്രോട്സ്കി. അവർ നടത്തിയ വിപ്ലവമായിരുന്നു ഒക്ടോബർ വിപ്ലവം. ഓക്കെ, അടുത്തത് മുനവീർ. സോറി, തൻവീർ പറഞ്ഞേ. തൻവീർ ടീച്ചർ പറയേ. സോഷ്യൽ വർക്ക്സ് പാർട്ടി രണ്ടായിരിക്കുന്നു. മെൻഷിക് പാർട്ടിയും ബോൾഷെവിക് പാർട്ടിയും. മെൻഷിക് പാർട്ടിയിലെ അലക്സാണ്ടർ കെരീസ് നേതാവ്. ഫെബ്രുവരി വിപ്ലവം. നേതാവ് ഫെബ്രുവരി വിപ്ലവം. ബോൾഷെവിക്കിലെ നേതാവ് ലെനിൻ ട്രോട്സ്കി നേതാവ്. ഒക്ടോബർ വിപ്ലവം. ഓക്കെ ഓക്കെ. അടുത്ത ഹിബ ഷെറിൻ. ഹലോ ടീച്ചർ. പറയേ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ട് വിഭാഗമാക്കി. അതില് മെൻഷെവിക്കും മറ്റേത് ബോൾഷെവിക്കും. മെൻഷെവിക്ക് പറഞ്ഞാല് ന്യൂനപക്ഷം, ബോൾഷെവിക്ക് പറഞ്ഞാല് ഭൂരിപക്ഷം. മെൻഷെവിക്കത്തെ നേതാക്കന്മാര് അലക്സാണ്ടർ കെരൻസ്കിയും പിന്നെ ബോൾഷെവിക്കത്തെ നേതാവ് ലെനിനും ട്രോട്സ്കിയും. ഓക്കെ ഓക്കെ. മതി മോളെ. ഏകദേശം എല്ലാവരും പറയാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കുട്ടികളെ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാ. ഇനി നോക്കുക, എന്താ ഞാനിത് ഇങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ചാൽ ഈ മെൻഷെവിക്കും ബോൾഷെവിക്കും ആരൊക്കെ അവരുടെ നേതാക്കന്മാരെന്ന് അറിയാതെ ഞാൻ നിങ്ങളെ റഷ്യൻ വിപ്ലവം പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞു, ഒരു കൂട്ടർ ആദ്യം വിപ്ലവം നടത്തി, പിന്നെയാണ് മറ്റു കൂട്ടർ നടത്തുന്നത്. അപ്പൊ ആരാണ് മെൻഷെവിക്ക് വെച്ച് അന്തം വിടരുത്. മെൻഷെവിക്ക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്. അതിന്റെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഇനി അവർ നയിച്ച വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി വിപ്ലവമാണ്. ഇനി ആരാണ് ഒക്ടോബർ വിപ്ലവം നയിച്ചെന്ന് ചോദിച്ചാൽ അത് ബോൾഷെവിക്കാണ്. ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമാണ്. അതിൽ രണ്ട് നേതാക്കന്മാരുണ്ട്, ലെനിനും ട്രോട്സ്കിയും. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് എഴുതിയ ബാക്കി പോയിന്റ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കുക, ഇത്രയും നിങ്ങൾ പഠിച്ചു. ഒരു തൊഴിലാളി സംഘടന വന്നു, അത് പിന്നെ രണ്ടായിട്ട് തിരിഞ്ഞു. അപ്പൊ രണ്ട് ഗ്രൂപ്പിന്റെ നേതാക്കന്മാരായിട്ട് അങ്ങനെ പോവാണ്. ഇനി 1905 വർഷം നോക്കട്ടോ. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു. ഓക്കെ, റഷ്യ വെച്ച് നോക്കുമ്പോൾ ജപ്പാൻ ചെറിയൊരു രാജ്യമാണ്. എന്നിട്ട് പോലും ആ യുദ്ധത്തിൽ റഷ്യ ജപ്പാനോട് തോൽക്കാണ്, പരാജയപ്പെടുകയാണ് ചെയ്തത്. റഷ്യയും ജപ്പാനും തമ്മിൽ എന്നാ യുദ്ധം നടന്നത്? 1905. ആരെ യുദ്ധത്തിൽ തോറ്റത്? റഷ്യയാണ് തോറ്റത്. അപ്പൊ നോക്കൂ, ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒരുപാട് പേര് മരിക്കും, സാമ്പത്തിക ഞെരുക്കുണ്ടാവും, ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റഷ്യ തോറ്റതോടുകൂടി അവരുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക രംഗത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ഒരു സമയത്ത് നമ്മുടെ തൊഴിലാളികൾ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങുകയാണ്. എന്താണ് തൊഴിലാളികൾ ഇറങ്ങാൻ കാരണം? അവര് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് അവർ രംഗത്ത് ഇറങ്ങി ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, രാഷ്ട്രീയ അവകാശങ്ങളും അതോടൊപ്പം സാമ്പത്തിക പരിഷ്കാരങ്ങളും ഞങ്ങൾക്കും വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? രാഷ്ട്രീയ അവകാശങ്ങൾ, രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കും രാജ്യത്ത് ഭരണത്തിലൊക്കെ അവകാശം തരണം, അതുപോലെ സാമ്പത്തികപരമായിട്ട് പല മാറ്റങ്ങളും റഷ്യയിൽ കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെട്ട് റഷ്യയിലെ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒരു സമരത്തിന് ഇറങ്ങുകയാണ്. എന്ന് നോക്കിയേ, 1905 ജനുവരി 9. അപ്പൊ തൊഴിലാളികളൊക്കെ സംഘടിച്ചുകൊണ്ട് അവര് പ്രകടനമൊക്കെ വിളിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് അവരിങ്ങനെ വരികയാണ്. എങ്ങോട്ട്? പെട്രോഗ്രാഡ് എന്ന സ്ഥലത്തേക്ക്. റഷ്യയിലെ ഒരു സിറ്റിയുടെ പേരാണ് പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞത്. അവിടേക്കാണ് അവര് സമരം ചെയ്തു വരുന്നത്. ആര്? തൊഴിലാളികൾ. എന്തിനു വേണ്ടി? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും വേണ്ടി. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്കിയേ, ഒരു രാജാവിനെതിരെ അല്ലെങ്കിൽ ചക്രവർത്തിക്കെതിരെയൊക്കെയാണ് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു വരുന്നത്. തീർച്ചയായിട്ടും തടയാൻ പോലീസോ അല്ലെങ്കിൽ പട്ടാളം ഉണ്ടാവും അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിമാർക്കെതിരെയൊക്കെ പ്രതിഷേധം നടത്തുന്നതും അത് തടയാൻ പോലീസുകാർ വരുന്ന ലാത്തി ചാർജ് നടത്തുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ അന്ന് ഈ ചക്രവർത്തിക്കൊക്കെ നേരെ ഇവരിങ്ങനെ പ്രതിഷേധം നടത്തിയൊക്കെ വന്നപ്പോൾ അത് നേരെ പട്ടാളക്കാര് തടയാൻ വരും മാത്രമല്ല, അവര് ഈ തൊഴിലാളികൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു.
അതോടെ നൂറുകണക്കിന് തൊഴിലാളികൾ വെടിയേറ്റ് വീണു. ഒന്ന് ആലോചിക്കേ, പാവപ്പെട്ട തൊഴിലാളികൾ മരിച്ചു വീണു. എവിടെ? പെട്രോഗ്രാഡ് എന്ന നഗരത്തിൽ. എന്നത് സംഭവം നടക്കുന്നത് 1905 ജനുവരി 9-ാം തീയതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ രക്തം ചിന്തിയ അല്ലെങ്കിൽ ചോര ചിന്തിയ ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്, റഷ്യൻ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നാണ്. അപ്പൊ ഒരു 2 മാർക്കിന് ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച? അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കണം? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ 1905 ജനുവരി 9-ന് പെട്രോഗ്രാഡ് നഗരത്തിൽ നടത്തിയ സമ്മേളനത്തിന് നേരെ പട്ടാളക്കാർ വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് തൊഴിലാളികൾ മരിച്ചു വീണ സംഭവമാണ് കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പൊ അവരോട് മരിച്ചു വീണതിന് ശേഷം അവരുടെ പ്രതിഷേധം അടങ്ങുന്നൊന്നുമില്ല. അതിനെ തുടർന്ന് റഷ്യയിൽ സമരം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് തൊഴിലാളി സംഘങ്ങൾ വരികയാണ്. ഓക്കെ, തൊഴിലാളികൾ ഓരോ ഗ്രൂപ്പായി തിരിയാണ്. അവരെന്തിനു വേണ്ടി? സമരം ചെയ്യാൻ വേണ്ടി. റഷ്യയിൽ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥക്കെതിരെ പൊരുതാൻ വേണ്ടി തൊഴിലാളികൾ സംഘം ചേർന്നു. അങ്ങനെ ഉണ്ടാക്കിയ തൊഴിലാളി സംഘങ്ങളുടെ പേരാണ് സോവിയറ്റുകൾ. മറക്കരുതേ, വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ പറയും, ഇനി സോവിയറ്റ് അത് ഇത് എന്നൊക്കെ പറയും. അപ്പൊ എന്താ സോവിയറ്റ്? വൺ വേർഡ് ആയിട്ട് തന്നെ പഠിച്ചോളൂ. സമരം ചെയ്യാൻ ഉണ്ടാക്കിയ തൊഴിലാളി സംഘങ്ങളാണ് സോവിയറ്റ്. ഓക്കെ, എന്താ സോവിയറ്റ്? സമരം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ തൊഴിലാളി സംഘങ്ങൾ. കിട്ടിയോ? ഓക്കെ, അപ്പോ അങ്ങനെ സോവിയറ്റുകൾ എന്ന തൊഴിലാളി സംഘങ്ങൾ വരുന്നു എന്തിനു വേണ്ടി? സമരം ചെയ്യാൻ. അപ്പൊ ഈ തൊഴിലാളി സംഘങ്ങൾ, അതായത് സോവിയറ്റുകളുടെ സമര ഫലമായി, അവരെന്നും സമരം ചെയ്യാണ്, ഫാക്ടറിയിലൊന്നും കയറാതെ സമരം ചെയ്യാണ്. അവരുടെ സമരത്തിനൊടുവിൽ അന്നത്തെ ചക്രവർത്തി നിർബന്ധിതനാവാണ്. എന്തിന്? ഒരു പുതിയ നിയമനിർമ്മാണ സഭ അവിടെ രൂപീകരിക്കാൻ. എന്തായിരുന്നു ആ നിയമനിർമ്മാണ സഭയുടെ പേര്? അതാണ് ദ്യൂമ. ഓക്കെ, അപ്പൊ ദ്യൂമ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? റഷ്യയിലെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് ദ്യൂമ. അതെങ്ങനെ രൂപം കൊണ്ടത്? സോവിയറ്റുകൾ എന്ന ഈ തൊഴിലാളി സംഘങ്ങൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് ഉണ്ടാക്കിയത്. ചക്രവർത്തിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ആ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം അത് ഉണ്ടാക്കാൻ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ എടുത്ത പാഠം ഒന്നുകൂടെ പറഞ്ഞു വരികയാണ്, ശ്രദ്ധിക്കുക. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നു. അതിൽ റഷ്യ തോറ്റു. തുടർന്ന് റഷ്യയിൽ ആകെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യയിലെ തൊഴിലാളികൾ 1905 ജനുവരി 9-ന് പെട്രോഗ്രാഡ് എന്ന നഗരത്തിൽ സമരം ചെയ്തു. ഈ സമരക്കാർക്കു നേരെ പട്ടാളക്കാര് വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നാണ്. ഈ ബ്ലഡി സൺഡേ എന്ന ഈ സംഭവത്തിന് ശേഷം സമരം ചെയ്യാൻ വേണ്ടി തൊഴിലാളികൾ ഓരോ ഗ്രൂപ്പുകളായിട്ട്, ഓരോ സംഘങ്ങളായിട്ട് മാറുന്നു. അതിന്റെ പേരാണ് സോവിയറ്റുകൾ. ഈ സോവിയറ്റുകൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ റഷ്യയിൽ രൂപം കൊള്ളുന്നു. അതിന്റെ പേരാണ് ദ്യൂമ. കിട്ടിയോ? പറഞ്ഞ പോയിന്റ് ഒക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചറെ. ഓക്കെ ഓക്കെ, അപ്പൊ വൺ വേർഡ് എന്താ ദ്യൂമ വെച്ച് പറഞ്ഞേ? എന്താ ദ്യൂമ? റഷ്യയുടെ നിയമനിർമ്മാണ സഭയുടെ. ഓക്കെ, റഷ്യയിലെ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ. അതെങ്ങനെ ഉണ്ടാക്കിയത്? സോവിയറ്റുകളുടെ സമരഫലമായിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഓക്കെ, എന്താ ഇപ്പൊ സോവിയറ്റ്? ഏം പറഞ്ഞേ? സോവിയറ്റ് എന്ന് പറഞ്ഞ എന്താ? തൊഴിലാളി സംഘങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച? ഏം പറഞ്ഞേ? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സാറിലെ മക്കളാണ്. ഇപ്പൊ എല്ലാവരും മൈക്ക് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നിങ്ങൾ
പേടിക്കുന്നത്? ഇതന്നെയല്ലേ ഇപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റഷ്യയും ജപ്പാൻ തമ്മിൽ എന്നാ യുദ്ധം നടന്നത്? 1905. യുദ്ധത്തിൽ ആരാ തോറ്റത്? ഓക്കെ, അപ്പൊ വെരി ഗുഡ്. ഇങ്ങനെ തന്നെ പഠിക്കുക നല്ല കുട്ടികളായിട്ട്, ഇതേമാതിരി ഉഷാറായിട്ട് പോട്ടെ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ് വേഗം എഴുതിച്ചോളൂ. ഇനി മൈക്ക് ഓഫ് ചെയ്യൂ കേട്ടോ. ഇനി പോയിന്റ് ആണ്, വേഗം എഴുതുക. 1914 1914 വർഷം മറക്കരുത് കേട്ടോ. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ ദ്യൂമയുടെ, എന്താ ദ്യൂമ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ദ്യൂമയുടെ എതിർപ്പിനെ ടീച്ചർ ഇതൊന്നും പാട് പറയോ? 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി, നിക്കോളാസ് അന്നത്തെ റഷ്യയിലെ ചക്രവർത്തിന്റെ പേരാണ് നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി. റഷ്യയെ ലോകയുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു. പോയിന്റ് ഒന്നുകൂടെ പറയാം. 1914 ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി റഷ്യയെ ലോകയുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു. നെക്സ്റ്റ്, ആ നിക്കോളാസ് രണ്ടാമൻ എന്നൊക്കെ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രധാനമെന്ന് തോന്നുന്നത് നിങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തോണ്ടു, ഞാൻ പറയാൻ നിൽക്കൊന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. തുടർന്ന് ഒരുപാട് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. അടുത്ത പോയിന്റ്, 1917 ആയപ്പോഴേക്കും 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വർഷമാണ്. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യക്ഷാമം, എവിടെ വരെ എഴുതി? രണ്ടാമൻ ചക്രവർത്തി റഷ്യയെ ലോകയുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു. അതിന് ശേഷമല്ല പോയിന്റ്. തുടർന്ന് ഒരുപാട് റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. അടുത്ത പോയിന്റ്, 1917 ആയപ്പോഴേക്കും ഭക്ഷ്യക്ഷാമം, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ കേട്ടോ, ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. നെക്സ്റ്റ്, മാർച്ച് 8 വർഷം സെയിം ആണ്, 17 തന്നെയാണ്. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം ആവശ്യപ്പെട്ട്
തെരുവുകളിൽ സമരം ചെയ്തു. അടുത്ത പോയിന്റ്, തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇത്ര എഴുതിയോ? എഴുതി ടീച്ചറെ. ടീച്ചറെ. അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. ആദ്യം എതിർത്തിരുന്ന സൈനികരും പട്ടാളക്കാരെയാണ് പറയുന്നത് കേട്ടോ. സൈനികരും പിന്നീട് തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. ആദ്യം എതിർത്തിരുന്ന സൈനികരും പിന്നീട് തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. തുടർന്ന്, നെക്സ്റ്റ് പോയിന്റ് ആണ്, തുടർന്ന് തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തു. തുടർന്ന് തൊഴിലാളികൾ പെട്രോഗ്രാഡ് നഗരം പിടിച്ചെടുത്തു. അടുത്ത പോയിന്റ്, അതോടെ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിലെത്തുകയും ഒരു താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിക്കുകയും ചെയ്തു. അതോടെ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിലെത്തുകയും ഒരു താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ സംഭവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു.
ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി എഴുതാം, നിർത്താം. എഴുതിക്കോളൂ. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചറെ. ഓക്കെ, എഴുതിയോ എല്ലാവരും? ടീച്ചറെ. ഓക്കെ, അപ്പൊ നമ്മൾ ആ എഴുതിയ പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ എല്ലാവരും. ആ, ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നേരെ മുമ്പിലെ പോയിന്റ് എന്ന് പറഞ്ഞിടും. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. അതല്ല, ആ പോയിന്റിന്റെ മുമ്പിലെ പോയിന്റ്. എന്നാ നീ എഴുതിയത് പറ, എന്നാ ബാക്കി പറയാലോ. ഞാന് അതോടെ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴികളും മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിലെത്തുകയും ഒരു താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ സമയമായിട്ടുണ്ട്. എന്നാലും ഞാനൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുക്കുകയാണെ, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി എഴുതുന്നൊന്നുമില്ല, നമ്മൾ ആ എഴുതിയ പോയിന്റ് പറയണം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. പേനൊക്കെ അവിടെ വെക്കുക, എന്നിട്ട് ക്ലാസ് കേട്ടോളൂ. ഇത്രേ ഉള്ളൂ. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിക്കുകയാണ്. നമുക്ക് ഇനി ലോകയുദ്ധമാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ വിശദമായിട്ട് എന്താണ് എങ്ങനെയാന്നൊക്കെ പറയും. ഇവിടെ വർഷം മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 1914 ലോകയുദ്ധം ആരംഭിച്ചു, ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചു. അപ്പോ ദ്യൂമ എന്ന നമ്മുടെ നിയമനിർമ്മാണ സഭ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ നിയമനിർമ്മാണ സഭ അവര് എതിർത്തു. എന്താണ്, ചക്രവർത്തിനോട് പറഞ്ഞു നമ്മൾ ലോകയുദ്ധത്തിലൊന്നും പങ്കെടുക്കേണ്ട, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അവർ എതിർത്തു. പക്ഷേ അവരുടെ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് ചക്രവർത്തി, അന്നത്തെ ചക്രവർത്തിന്റെ പേരാണ് സർ നിക്കോളാസ് രണ്ടാമൻ. ഓക്കെ, റഷ്യൻ ചക്രവർത്തി സർ നിക്കോളാസ് രണ്ടാമൻ. അയാൾ എന്ത് ചെയ്യുന്നു? റഷ്യയെ ലോകയുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു. അപ്പൊ ആരെ ലോകയുദ്ധത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞ? ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ. അവര് പറഞ്ഞു റഷ്യയെ ലോകയുദ്ധത്തിലൊന്നും പങ്കെടുപ്പിക്കേണ്ട, നമ്മൾ അതിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ എതിർപ്പിനൊക്കെ മറികടന്നുകൊണ്ട് സർ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി റഷ്യയെ ലോകയുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. നമുക്കറിയാം, ഒരു യുദ്ധത്തിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നാൽ അത് നേട്ടങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അതിന്റെ നഷ്ടങ്ങൾ, അല്ലെ? നേട്ടം ആർക്കെങ്കിലും ഇച്ചിരി ഉണ്ടാവുള്ളൂ, പക്ഷെ നഷ്ടങ്ങളായിരിക്കും എന്നും ഉണ്ടാവും. ഒരുപാട് പേര് മരിക്കും, ദുരിതം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോ ഈ ലോകയുദ്ധത്തിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ റഷ്യയിലെ ഒരുപാട് പട്ടാളക്കാർ മരിച്ചു വീണു, ഒരുപാട് പട്ടാളക്കാര് കൊല്ലപ്പെട്ടു. ഇനി നോക്കുക, 1914 യുദ്ധം തുടങ്ങിയത്. 1917 ആയപ്പോഴേക്കും, അതായത് 3 വർഷമൊക്കെ ആയപ്പോഴേക്കും ലോകത്തെമ്പാടും ജനങ്ങൾ ഭക്ഷണക്ഷാമം അനുഭവപ്പെടുകയാണ്. നമ്മളിപ്പോ ഇവിടെ റഷ്യയെ കുറിച്ച് പറയുന്നത് കൊണ്ട് അവരെ മാത്രം ഒന്ന് പറയുന്നു. റഷ്യയിൽ എന്ത് ചെയ്യുന്നു? ഭക്ഷണക്ഷാമം, അതായത് ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. ഓക്കെ, ഇതൊക്കെ ലോകയുദ്ധത്തിന്റെ അനന്തരഫലമാണ്. ലോകത്തൊക്കെ പട്ടിണി വരികയാണ്, റഷ്യയിലും അതുണ്ടായി. അതോടെ
മാർച്ച് 8-ാം തീയതി 1917 മാർച്ച് 8-ാം തീയതി ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലേക്ക് സമരത്തിനിറങ്ങുക. എന്തിനു വേണ്ടി? ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെ? വീട്ടിലെ കുട്ടികളൊക്കെ വിശന്ന് കരയുമ്പോ അമ്മമാർക്ക് സഹിക്കില്ലല്ലോ. അപ്പൊ അവര് ഭക്ഷണം ആവശ്യപ്പെട്ട് തെരുവുകളിൽ സമരം ചെയ്തു. എന്ന് 1917 മാർച്ച് 8-ാം തീയതി. റഷ്യയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സ്ത്രീകൾ സമരത്തിനിറങ്ങി. കൂടാതെ തൊഴിലാളികൾ രംഗത്തിറങ്ങി. തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതോടെ തൊഴിലാളികൾ സമരം ചെയ്തു. അവരെങ്ങോട്ട്